ക്വിക്ക് റിവ്യൂ ഓഫ് ഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഞാൻ നിങ്ങളോട് നേരത്തെ റിവൈസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഡിഫറൻസിയേഷൻ നേരത്തെ പഠിച്ചതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇൻ ദിസ് ചാപ്റ്റർ വി ക്വിക്ക്ലി റിവ്യൂ കൺസെപ്റ്റ്സ് ലൈക്ക് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, ചെയിൻ റൂൾ, പ്രൊഡക്റ്റ് റൂൾ ആൻഡ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഓക്കെ എന്താണ്? അപ്പോൾ പല ടൈപ്പ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഡിഫറൻസിയേഷൻസ് ഉണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഒരെണ്ണമാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. അപ്പോൾ അത് ഈ ഫംഗ്ഷൻ ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത് കൂടുതലും. അപ്പോൾ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ എ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ. അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഡിഫറൻഷിയേറ്റിംഗ് ഈച്ച് ടേം ഇൻ ദി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഒബ്റ്റെയിൻ. അപ്പോൾ ഇതിലെ ഓരോ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ആദ്യത്തത് 2 ഇൻറ്റു എക്സ് മൈനസ് എച്ച് എ പ്ലസ്, രണ്ടാമത്തത് 2 ഇൻറ്റു അറിയാമല്ലോ. അപ്പോൾ ഇത് എക്സ് സ്ക്വയറിൻ്റെ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 2x ആണ്. അപ്പോൾ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് എച്ച് ഇൻറ്റു എക്സ് മൈനസ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയറിൻ്റെ എന്താണ് 2 ഇൻറ്റു വൈ മൈനസ് കെ ഇൻറ്റു ഇനി അടുത്ത വൈ മൈനസ് കെയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. ദാറ്റ് എഫ് ഓഫ് യു ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് യു ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. Then f is a differentiable composite function of x and the derivative df by dx could be calculated using the chain rule given by df by dx is equal to df by du into du by dx. ഇപ്പോൾ എഫ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് യു ആണ്. യു ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്. Then f is a differentiable composite function of x and the derivative df by dx could be calculated using the chain rule. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഫോമിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് ടു ദ ബേസ് ഇ. ഹിയർ എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു ലോഗ് യു ടു ദ ബേസ് ഇ വേർ യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ, എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ലോഗ്. അതായത് ലോഗ് ഓഫ് ഒരു ഫംഗ്ഷൻ അല്ലേ, ആ ഫംഗ്ഷനെ നമ്മൾ യു ആയിട്ട് എടുക്കുന്നു. എഫ് ഓഫ് യു സിക്കൽ ടു ലോഗ് യു ടു ദ ബേസ് ഇ വെർ യു സിക്കൽ ടു സൈൻ എക്സ്. ദസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് ടു ദ ബേസ് ഇ ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ് ലോഗ് യു ടു ദ ബേസ് ഇ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ് ലോഗ് യു ടു ദ ബേസ് ഇ 1 ബൈ യു വരും ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ് കോസ് എക്സ് ആണ്. സിൻസ് ഡി ബൈ ഡി യു ഓഫ് ലോഗ് യു ടു ദ ബേസ് ഇ ഈക്വൽ ടു 1 ബൈ യു ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു 1 ബൈ യുവിൻ്റെ എന്താണ് സൈൻ എക്സ് ആണ് ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു നമുക്കത് കിട്ടും കോട്ട് എക്സ് എന്ന് കിട്ടും. അടുത്തത് പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് എ ഇൻറ്റു വി ഓഫ് എക്സ് then d by dx of f of x is equal to u of x into d by dx of v of x plus d by dx of u of x into v of x. അതായത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുന്ന മെത്തേഡ്. എക്സാമ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് ലോഗ് സൈൻ എക്സ് ടു ദ ബേസ് ഇ വിത്ത് യു ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് എന്ന് നമ്മൾ വി ഓഫ് എക്സ് ഇസിക്കൽ ടു ലോഗ് സൈൻ എക്സ്. ആ രണ്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ, രണ്ടിനെ യു എന്നും വി എന്നും വിളിക്കുന്നു. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതറിയാമല്ലോ, നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വൈൽ ഡിഫറൻഷിയേറ്റിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഫോം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു യു റേസ്ഡ് ഒരു പവർ ഓഫ് ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ്റെ പവറായിട്ട് വരുമ്പോഴാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത്. വേർ ബോത്ത് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ഇറ്റ് ഈസ് ഫൗണ്ട് യൂസ്ഫുൾ ടു ടേക്ക് ലോഗരിതംസ് ഓൺ ബോത്ത് sides and then differentiate the same. This process known as logarithmic differentiation is useful when y is a product of several factors. Find dy by dx where y equal to sin x the whole raised to cos x. Okay, dy by dx കണ്ടുപിടിക്കണം. y എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, sin x the whole raised to cos x ആണ്. Solution given y is equal to sin x the whole raised to cos x. Taking logarithms on both sides we get
log y to the base e is equal to cos x into log sin x to the base e. Now differentiating both sides of equation 2 with respect to x, we obtain d by dx of log y is equal to d by dx of cos x into log sin x equal to cos x into d by dx of log sin x plus d by dx of cos x into log sin x. Product rule apply ചെയ്തു. Equal to cos x into log sin x into 1 by sin x into d by dx of sin x plus cos x into minus sin x വരും log sin x into log sin x equal to cos x into 1 by sin x into cos x minus sin x log sin x 1 by y into അതായത് log y ഇടത് നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡ് എഴുതുകയാണ് 1 by y into dy by dx is equal to cot x into cos x minus sin x into log sin x dy by dx is equal to അപ്പോൾ നമുക്ക് എന്ത് കിട്ടും y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക y എന്ന് പറഞ്ഞാൽ sin x the whole raised to cos x into ബ്രാക്കറ്റിൽ cot x cos x minus sin x log sin x. അടുത്ത എക്സാമ്പിൾ ഫൈൻഡ് dy by dx when y is equal to sin x raised to xa plus cos x raised to tan x. Solution given y is equal to sin x raised to xa plus cos x raised to tan x. Here put u is equal to sin x raised to x. b is equal to cos x raised to tan x. So that y equal to നമുക്ക് എന്ത് കിട്ടും u plus v എന്ന് കിട്ടും. Then dy by dx is equal to നമുക്ക് du by dx plus dy by dx എന്ന് എഴുതാം. ഓക്കെ ഡിറ്റർമിനേഷനോ du by dx രണ്ട് ഫംഗ്ഷൻ സം ചെയ്ത് വന്നേക്കാണ്. ഇതുവരെയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ log u ഓക്കെ du by dx പ്രത്യേകം നമ്മൾ കാണുന്നു. log u ഈക്വൽ ടു u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x റേസ് ടു x ആണ്. അപ്പോൾ log u എന്താണ് കിട്ടുക x ഇൻറ്റു log sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന dy by dx ഓഫ് log u ടു ദ ബേസ് e ഈസ് ഈക്വൽ ടു dy by dx ഓഫ് x ഇൻറ്റു log sin x ടു ദ ബേസ് e. ഓർ ലെഫ്റ്റ് സൈഡ് dy by dx ഓഫ് log u ടു ദ ബേസ് e ഈക്വൽ എന്ത് കിട്ടും നമുക്ക് 1 by u ഇൻറ്റു dy by dx ഈസ് ഈക്വൽ ടു x ഇൻറ്റു dy by dx ഓഫ് log sin x എന്താണ് 1 by sin x ഇൻറ്റു dy by dx ഓഫ് sin x പ്ലസ് log sin x ഇൻറ്റു dy by dx ഓഫ് x എന്ത് കിട്ടും 1 കിട്ടും ഈക്വൽ ടു x ഇൻറ്റു നമുക്ക് 1 by sin x ഇൻറ്റു dy by dx ഓഫ് sin x എന്താണ് cos x ആണ്. അപ്പോൾ cos x by sin x നമുക്ക് cot x കിട്ടും പ്ലസ് log sin x എന്നും കിട്ടും. സോ ദാറ്റ് du by dx is equal to u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം sin x the whole raised to x ഇൻറ്റു x cot x പ്ലസ് log sin x log നൗ ഇനി v ഇടത് ചെയ്യാം log v കൊടുക്കുന്നു tan x log cos x. സോ ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് വരും മൊത്തത്തിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് 1 by v ഇൻറ്റു dy by dx എന്ന് കിട്ടും ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് tan x ഇൻറ്റു log cos x ഇൻ്റെത് 1 by cos x ഇൻറ്റു dy by dx ഓഫ് cos x പ്ലസ് log cos x ഇൻറ്റു tan x ഇൻ്റെത് sec square x ഈക്വൽ ടു sec square x ഇൻറ്റു log cos x മൈനസ് tan square x. സോ ദാറ്റ് dv by dx is equal to cos x the whole raised to tan x ഇൻറ്റു sec square x ഇൻറ്റു log cos x to the base e മൈനസ് tan square x. ഓക്കെ ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ 3 കൊടുക്കുന്നു dy by dx is equal to sin x the whole raised to x into x cot x plus log sin x to the base e plus cos x raised to tan x sec square x log cos x to the base e minus tan square x. Example 6 differentiate y is equal to x raised to 1 by 2 into 1 minus 2x the whole raised to 2 by 3 whole divided by 2 minus 3x the whole raised to 3 by 4 into 3 minus 4x the whole raised to 4 by 5. ഓക്കെ നമുക്ക് ലോഗ് വൈ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ്റ്റ് 1 by 2 ഇൻ്റെത് 1 by 2 ഇൻറ്റു log x പ്ലസ് 2 by 3 ഇൻറ്റു log 1 മൈനസ് 2x മൈനസ് താഴത്തത് മൈനസ് ലോഗാണ് മൈനസ് 3 by 4 ഇൻറ്റു log 2 മൈനസ് 3x മൈനസ് 4 by 5 ഇൻറ്റു log 3 മൈനസ് 4x. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഒബ്റ്റെയിൻ 1 by ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1 by y ഇൻറ്റു dy by dx ഈക്വൽ ടു 1 by 2 ഇൻറ്റു log x ഇൻ്റെത് 1 by x പ്ലസ് 2 by 3 ഇൻറ്റു log 1 മൈനസ് 2x ഇൻ്റെത് മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് കിട്ടും മൈനസ് 3 by 4 ഇൻറ്റു log 2 മൈനസ് 3x ഇൻ്റെത് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3x മൈനസ് 4 by 5 ഇൻറ്റു log 3 മൈനസ് 4x ഇൻ്റെത് മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 മൈനസ് 4x ഈക്വൽ ടു
1/2xa മൈനസ് നമുക്ക് കിട്ടുന്നത് -4/3 × 1 - 2xa പ്ലസ് 9/4 × 2 - 3xa പ്ലസ് 16 / 5 × 3 - 4x ഈക്വൽ ടു dy/dx എന്ത് കിട്ടും നമുക്ക് y ഇൻറ്റു ബാക്കി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx വേർ y ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിന് നമുക്ക് ഹോൾ റെസ്റ്റ് 1/2 എന്ന് എഴുതാം. എന്നിട്ട് ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് y ടു ദ ബേസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് x² പ്ലസ് x പ്ലസ് 1a മൈനസ് ലോഗ് x² മൈനസ് x പ്ലസ് 1. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x we obtain 1/y ഇൻറ്റു dy/dx is equal to 1/2 ഇൻറ്റു ലോഗിൻ്റെത് 1/x² പ്ലസ് x പ്ലസ് 1 ഇൻറ്റു d/dx ഓഫ് ഒരു ഫംഗ്ഷൻ കിട്ടും മൈനസ് ലോഗ് x² മൈനസ് x പ്ലസ് 1 അത് പുറത്തുണ്ടായിരുന്ന 1/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു ഡെറിവേറ്റീവും കൂടെ എടുത്തു. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ log xൻ്റെ 1/x ഉണ്ട്. അപ്പോൾ അതേപോലെ log x² മൈനസ് x പ്ലസ് 1 1/x² മൈനസ് x പ്ലസ് 1 ഇൻറ്റു d/dx ഓഫ് അത്. ബാക്കി പ്രോസസ്സ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ x⁻y ഇൻറ്റു y⁻x is equal to 1 ഫൈൻഡ് dy/dx. നമ്മൾ ലോഗരിതം മൊത്തത്തിൽ എടുക്കുന്നു. y ഇൻറ്റു log x പ്ലസ് x ഇൻറ്റു log y ഈക്വൽ ടു 0. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x we get റൈറ്റ് സൈഡിൽ ലോഗ് 1 0 ആയതുകൊണ്ടാണ് 0 എന്ന് എഴുതിയിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്യുമ്പോൾ y ഇൻറ്റു 1/xa പ്ലസ് ലോഗ് xa ഇൻറ്റു dy/dx പ്ലസ് 1 ഇൻറ്റു ലോഗ് y പ്ലസ് x ഇൻറ്റു 1/y ഇൻറ്റു dy/. അപ്പം നമ്മൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. രണ്ടും പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. y log xൻ്റെത് y ഇൻറ്റു log xൻ്റെത് എന്താണ് 1/x ആണ് പ്ലസ് log x ഇൻറ്റു dy/dx പ്ലസ് അടുത്തത് നമ്മൾ എക്സിൻ്റെത് 1 ഇൻറ്റു ലോഗ് y പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് വൈൻ്റെത് 1/y ഇൻറ്റു dy/dx is equal to 0. ദിസ് ഇംപ്ലൈസ് log xa പ്ലസ് x/y ഇൻറ്റു dy/dx ഈക്വൽ ടു മൈനസ് ഓഫ് y/xa പ്ലസ് ലോഗ് y. dy/dx is equal to റൈറ്റ് സൈഡിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇഫ് y raised to cot xa plus tan inverse x the whole raised to y equal to 1 find dy/dx. u is equal to y raised to cot x v എന്ന് പറയുന്നത് tan inverse x the whole raised to y എന്ന് കിട്ടും. അപ്പോൾ u പ്ലസ് v എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. ലോഗ് അപ്ലൈ ചെയ്യാം. log u is equal to cot x into log y. Differentiating both sides with respect to x we get 1/u into du/dx equal to cot xa into log y is 1/y into du/dx plus log y into minus cosec square cot x into minus cosec square x. ഇനി y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി v എടുത്ത് അതേപോലെ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് ലാസ്റ്റ് സം ചെയ്യാം. ഓക്കെ, അത് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. du/dx നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ലോഗ് വി എടുത്തു. അതിൻ്റെ ഇതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു കിട്ടുന്നു. അതിനുശേഷം dv/dx കണ്ടുപിടിക്കാം. വി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നൗ ഫ്രം ഇക്വേഷൻ 1 നമ്മൾ u പ്ലസ് വി ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ അതിനെ മൊത്തത്തിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഡോട്ട് ഇട്ടേക്കുന്നത് ഫോട്ടോ എടുത്തപ്പോൾ അത് വിട്ടുപോയതാണ്. മേലത്തെ ഡോട്ടുള്ള ഇക്വേഷൻ റൈറ്റ് സൈഡ് 3 ഡോട്ട് കണ്ടില്ലേ, u പ്ലസ് വി ഈക്വൽ ടു 1 അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിനെ ഡെറിവേറ്റീവ് എടുത്തു. അത് du/dxa പ്ലസ് dv/dx ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് du/dxും dv/dxും ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഹെൻസ് y raised to cot x into cot x divided by y. dy/dx രണ്ട് സൈഡിൽ അതായത് മൊത്തത്തിലുള്ളതിനകത്തുനിന്നും dy/dx കോമൺ എടുത്തതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 ടൈം ഉണ്ടല്ലോ. ബാക്കിയുള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോയി എന്നിട്ട് അതിൽ നിന്ന് dy/dx കണ്ടുപിടിച്ചു. ഇഫ് y is equal to e raised to x ഫൈൻഡ് dy/dx. അപ്പോൾ log y is equal to x. അപ്പോൾ e raised to x ആണെങ്കിലോ ലോഗ് y y is equal to e raised to x ആണെങ്കിൽ ലോഗ് y എന്ന് പറഞ്ഞാൽ x എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇതിവിടെ e raised to x ആണ്. അപ്പോൾ ലോഗ് y എന്ന് പറഞ്ഞാൽ x raised to x എന്ന് കിട്ടും ടു ദ ബേസ് c. ഓർ ലോഗ് y is equal to x raised to x എന്ന് കിട്ടും. ദെൻ ലോഗ് y ലോഗ് മൊത്തത്തിൽ എടുക്കുന്നു. ലോഗ് ഓഫ് ലോഗ് y is equal to x into log x. ഡിഫറൻഷ്യേറ്റിംഗ് 1/log y into
1/y into dy/dx is equal to log x into 1a plus x into 1/x. Thus dy/dx is equal to x raised to x into e raised to x into 1 plus log x. dy/dx എന്ത് കിട്ടും നമുക്ക് റൈറ്റ് സൈഡിൽ എക്സും എക്സും ക്യാൻസൽ ചെയ്യുമല്ലോ, log x പ്ലസ് 1 എന്ന് കിട്ടും. ഇനി താഴെയുള്ള log y ഇൻറ്റു വൈ അങ്ങോട്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. നോട്ട് ദാറ്റ് 1 is equal to log e, then 1 plus log x is equal to log e plus log x equal to log ex, and the above may be written as dy/dx is equal to x raised to x into e raised to x into log ex.